നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു 3.0 കൂടി കാത്തിരിക്കുകയാണ് പിണറായി വിജയൻ. എന്നാൽ അപ്പോഴും കപ്പിത്താനായിട്ട് പിണറായി തന്നെ വരുമോ എന്ന ചോദ്യം വന്നപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിലെ ചില നിയമങ്ങളെല്ലാം അങ്ങ് പൊളിച്ചെഴുതിക്കൊണ്ട് അത് പിണറായിക്ക് അനുകൂലമാക്കിയിരിക്കുകയാണ്. അതായത് പ്രായപരിധിയൊന്നും പിണറായിയെ സംബന്ധിച്ചില്ല എന്ന്. ആശാൻ അടുപ്പിലുമാകാമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ നയമാണ് പിണറായിയുടെ കാലത്ത് CPM പിന്തുടരുന്നത്. കേരള മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും CPM ഇളവ് നൽകും എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പ്രായപരിധി പിണറായി വിജയന് ബാധകമാകില്ല. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവായ EP ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായി എന്നാണ് ഉന്നത പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സമ്മേളന സമയത്ത് പ്രായപരിധി 75 ആകുന്നവരെ ഒഴിവാക്കാനാണ് വ്യവസ്ഥയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതിനാൽ EP-ക്കും തൽക്കാലം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം. 2 ടേം മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ല എന്ന നയം തിരുത്തുന്ന വിഷയം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ചർച്ചയ്ക്കെടുക്കൂ എന്നാണ് സൂചനകൾ. കേരളത്തിലാണ് CPM-ന് നിലവിൽ ഭരണമുള്ളത്. അതിനാൽ കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നത് ദേശീയ തലത്തിലും CPM-ന്റെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പശ്ചിമ ബംഗാളിലടക്കം അധികാരത്തിൽ ഉടൻ തിരിച്ചെത്തുക എന്നത് അപ്രായോഗികമാണെന്നാണ് വിലയിരുത്തൽ. അതിനാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കും. തുടർ ഭരണത്തിന് ശ്രമിക്കുമ്പോൾ പിണറായി അല്ലാതെ ഒരു നേതാവ് മുന്നിൽ നിർത്താൻ പാർട്ടിയിലില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. 75 വയസ്സ് എന്ന പ്രായപരിധി CPM കേന്ദ്ര കമ്മിറ്റിയിൽ നേരത്തെ കർശനമായി നടപ്പാക്കിയിരുന്നു. S രാമചന്ദ്രൻ പിള്ളയ്ക്ക് ഒരു തവണ ഇതിൽ ഇളവ് നൽകിയിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് പിണറായി വിജയനെ കഴിഞ്ഞ തവണ PBയിൽ ഇളവ് നൽകി ഉൾപ്പെടുത്തിയത്. ഇത്തവണയും പിണറായി PBയിൽ തുടരുമെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. പാർട്ടി തീരുമാനിക്കണം എന്ന് പിണറായി തന്നെ പരസ്യമായി പറഞ്ഞത് സ്വയം ഒഴിയണമെന്ന് ആവശ്യപ്പെടില്ല എന്ന സന്ദേശമായി നേതൃത്വം കാണുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിയെ ഉൾപ്പെടുത്തും. പിണറായി തന്നെ പ്രചാരണവും നയിക്കും എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇതോടെ കൂമ്പൊടിഞ്ഞു പോകുന്നത് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ മനക്കോട്ടയൊക്കെ കിട്ടി കാത്തിരിക്കുകയാണ്. 3ാം തവണ ഒരു അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര കൈവെള്ളയിൽ കിട്ടും എന്നുള്ള വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ പിണറായി ഉള്ളിടത്തോളം കാലം അതിന് യോഗമില്ല എന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും MV ഗോവിന്ദന് മുന്നിലുള്ള ഒരേ ഒരു തടസ്സം അത് പിണറായി വിജയൻ തന്നെയാണ്. അത് വെട്ടിമാറ്റാനുള്ള കെൽപ്പ് MV ഗോവിന്ദൻ ഇല്ലതാനും. അങ്ങനെ വീണ്ടും എയറിൽ കയറിയിരിക്കുകയാണ് ഗോവിന്ദൻ. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ ഒന്ന് പൊക്കിയടിച്ചുകൊണ്ട് EP ജയരാജൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. EP ജയരാജന് പിടിച്ചു നിൽക്കണമെങ്കിൽ പിണറായിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ കാൽച്ചുവട്ടിൽ തന്നെയാണ് EP. 3ാമതും പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുമെന്ന് EP ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നയിക്കുക പിണറായി തന്നെയോ എന്ന ചോദ്യം പോലും അപ്രസക്തമല്ലെന്നും കേരളത്തിന്റെ വളർച്ച നിരീക്ഷിക്കുമ്പോൾ ചോദ്യം അപ്രസക്തമാണെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഭരണരംഗത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ്. പിണറായിയുടെ സേവനങ്ങൾ പാർട്ടി കാണും, ഉചിതമായ നിലപാട് സ്വീകരിക്കും. ഭരണരംഗത്ത് വരുന്നതിന് പ്രായപരിധി ബാധകമല്ല. പിണറായിയുടെ കഴിവിനെയും പ്രാപ്തിയെയും നീതിബോധത്തെയും ജനസേവന മനോഭാവത്തെയും സത്യസന്ധതയെയും കേരളത്തെ വളർത്താനുള്ള വലിയ നിരീക്ഷണത്തെയും എല്ലാവരും പ്രകീർത്തിക്കുന്നു. അതില്ലാതാക്കാനാണ് കുറെ കാലമായി ചിലർ അദ്ദേഹത്തെ വേട്ടയാടുന്നത്. ശരി മാത്രം ചെയ്യുന്നവർ ഭയപ്പെടേണ്ടതില്ലെന്നും EP വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ എന്തൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമോ അതെല്ലാം ഉപയോഗിക്കുമെന്നും EP വ്യക്തമാക്കി. കേരളം പുതിയ കുതിപ്പിലാണ്. അനുദിനം കേരളം മെച്ചപ്പെട്ടു വരികയാണ്. അതിനു പിന്നിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി കാണും. ഭരണരംഗത്ത് നിൽക്കുന്നതിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. പാർട്ടിയുടെ സംഘടനാ തലത്തിൽ എടുത്ത തീരുമാനം പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. പുതിയ നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അങ്ങനെ പിണറായി വിജയനെ ഉത്തുംഗ ശൃംഖത്തിൽ കൊണ്ടുവച്ചായിരുന്നു EP ജയരാജന്റെയും സംസാരം. എന്നാൽ പിണറായി വിജയനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിൽ വലിയ എതിർപ്പ് പാർട്ടിയിൽ നിന്ന് തന്നെയുണ്ട്. ബാക്കി എല്ലാവർക്കും പ്രായപരിധി ഉണ്ടെങ്കിലും പിണറായിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അത് നടപ്പിലാകുന്നില്ല എന്ന ചോദ്യം ശക്തമാകുകയാണ്. CPM എന്നതിനേക്കാൾ പിണറായി വിജയന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ഒരുപറ്റം നേതാക്കൾ ചോദിക്കുന്നു. വ്യക്തിപൂജയും ആരാധനയും ഒന്നും ഈ പാർട്ടിയിൽ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഇതെല്ലാം പിണറായി കാലത്ത് നടപ്പാകുന്നു. പിണറായി വിജയന് വേണ്ടി പുകഴ്ത്തുപാട്ടുകൾ എഴുതുന്നു. ഇതിനെല്ലാം നിശ്ചിതമായും വിമർശിക്കുന്ന ഒരു വിഭാഗവും പാർട്ടിയിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടിയിൽ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.